വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നാക്കുപിഴച്ച് വി.ഡി. സതീശൻ. നിയമത്തെ വോട്ടുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് നാക്കുപിഴച്ചത്. പിണറായി വിജയനെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച ഉടൻ തന്നെ മുൻ മുഖ്യമന്ത്രി എന്ന് തിരുത്തുകയും ചെയ്തു. കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് ജയിച്ചത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിനും LDF-നും നേമത്ത് വോട്ട് കുറഞ്ഞുവെന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ സഭയിൽ മറുപടി കൊടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവെന്ന് മാധ്യമപ്രവർത്തകർ ഇടപെട്ട് തിരുത്തി. ചാത്തന്നൂരും കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി, CPM-ന്റെ വോട്ട് കുറഞ്ഞു. CPM-ന്റെ വലിയ നേതാക്കൾ മത്സരിച്ചെടുത്താണ് അവർക്ക് വോട്ട് കുറഞ്ഞത്. അതാണ് BJP-CPM ഡീൽ. മുതിർന്ന നേതാക്കൾ കൈവശം വെച്ചിരുന്ന സീറ്റ് വെള്ളത്തിലാക്കി BJPക്ക് കൈമാറുകയായിരുന്നുവെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. അതേസമയം ശ്രീധരന്റെ അതിവേഗ റെയിൽപാത പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ 4-അംഗ സമിതിയെയാണ് വെച്ചത്. റെയിൽവേ മേഖലയിലെ വിദഗ്ധൻ വിനയൻ, ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ C. വീരമണി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാമകൃഷ്ണൻ എന്നിവരാണ് സമിതിയിലുള്ളത്. കേരളിനെ ശക്തമായി എതിർത്ത പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു ശ്രീധർ രാധാകൃഷ്ണൻ. പാരിസ്ഥിതിക ആഘാതം പഠിക്കാതെ ശ്രീധരന്റെ പദ്ധതി നടപ്പാക്കരുതെന്ന് കേരളയിൽ ബിരുദ സമിതിയും ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 15 ദിവസത്തിനുള്ളിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ധവളപത്രം ഉണ്ടാക്കാൻ AI ഉപയോഗിച്ചുവെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. 10 ദിവസങ്ങൾ കൊണ്ട് 172 പേജുള്ള ധവളപത്രം ഇറക്കിയത് എങ്ങനെയാണെന്നൊക്കെയാണ് ചോദ്യം. അങ്ങനെ ഉണ്ടാകാനുള്ള കഴിവ് ഈ സർക്കാരിനുണ്ട്. AI ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ AI ഉപയോഗിച്ചാൽ തന്നെ എന്താണ് തെറ്റ്? ഇനി AI ഉപയോഗിക്കും. ഡേറ്റ അധിഷ്ഠിതമാക്കി പ്രവർത്തിക്കുന്ന ഭരണമാണ് വരാൻ പോകുന്നത്. അതിനുള്ള ആളുകളെ സർക്കാർ ചുമതലപ്പെടുത്തി കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പഠിച്ച ശേഷം മാത്രം തീരുമാനമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.